ഹലോ, വെൽക്കം ടു malusfoodart. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടനാടൻ സ്പെഷ്യൽ ഡിഷാണ് കക്ക ഉലർത്തിയത്. സാധാരണ വീട്ടിൽ മമ്മിയാണ് കക്ക പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇന്ന് മമ്മി തന്നെയാണ് ചെയ്യുന്നത്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നമുക്കൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്കപ്പം കക്ക ഉലർത്തിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലൊരു ചട്ടിയിൽ നമുക്ക് കറിവേപ്പിലയും സവോളയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ 2 തണ്ടായിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി സവോളയും കൂടെ ചേർത്തോണം. സവോള ഏകദേശം 1 സവോള ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്തതായിട്ട് എടുക്കാം. കനം കുറച്ച് അരിയണം. പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചി ഏകദേശം ഒരു 2 കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്. പിന്നെ വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് അതിന്. പിന്നെ പച്ചമുളക് 2 എണ്ണം നമ്മൾ ഇതുപോലെ നടുക്കുന്ന് കട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. ഫുള്ളായിട്ട് ഇടണ്ട, ഇതുപോലെ നടുക്കുന്ന് കട്ട് ചെയ്തിടുക. പിന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് കുറച്ച് ഏറെ ഇട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല രുചിയാണ് തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ വരുമ്പോൾ. ഇനി നമുക്ക് അതിലേക്ക് കക്ക ഇട്ട് കൊടുക്കാം. കക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. കാരണം കക്കയൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിൽ കുറച്ച് ഈ കല്ലൊക്കെ കാണുമായിരിക്കും. അപ്പം ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ നോക്കണം. അതിന് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താണ്. അത് നമ്മൾ ഈ കൂട്ടിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കി സവോളയും ഇഞ്ചിയും എല്ലാം നമ്മൾ അടിയിലാണ് ഇട്ടത്. അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് കക്ക ഇട്ട് കൊടുക്കേണ്ടത്. ഏകദേശം 1 കിലോയോളം അടുത്ത് വരും കക്ക. നമുക്ക് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് സവോളയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പം 1 കിലോയ്ക്ക് ഏകദേശം 1 സവോളയൊക്കെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ബാക്കി മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മസാല ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ സ്പൂണിൻ്റെ അളവിനാണ് എടുത്തേക്കുന്നത്. ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. കുറച്ചുകൂടെ മസാല കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ചേർക്കേണ്ട. പിന്നെ നമ്മൾ ഉലർത്തി എടുക്കാൻ നേരം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു കൈ കണക്കിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇപ്പം എല്ലാ മസാല ഇട്ടിട്ട് ബാക്കി നമ്മൾ തേങ്ങാക്കൊത്തും എല്ലാം അടിയിലാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കാതെ നമ്മൾ ഈ മസാലയും ഈ കൂട്ടെല്ലാം കൂടെ ചേർത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് മസാലയൊക്കെ ഏകദേശം അതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്പൂൺ കൊണ്ടല്ലാതെ ഇതേപോലൊന്ന്
ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചട്ടിയിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മസാല എല്ലാം അടിയിൽ നിന്ന് ഇങ്ങനെ മേളിലോട്ട് വന്നോളും. ഇനി ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് ഇളക്കണ്ട അത്. നമുക്കൊന്നുകൂടെ ഒന്ന് വേവിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് അടച്ച് വെക്കാം. കുറച്ചുകൂടെ മസാല പിടിച്ചതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. ഇപ്പം ഏകദേശം ഇത് വെന്ത് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ വെച്ച് നമുക്ക് പിന്നെ വേണമെങ്കിലും അത് ഉലർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. കുറച്ച് നേരം വേവിച്ച് നേരത്തെ വെച്ചാലും കുഴപ്പം. ഇനി നമുക്ക് വഴട്ടിയെടുക്കാൻ വേണ്ടി ഇതേപോലെ ഒരു ചട്ടി വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് കടുക് പൊട്ടിച്ച് കൊടുക്കാം. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മസാലക്കൂട്ടൂടെ ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് നമുക്ക് ഈ ഗരം മസാല, ഏലക്ക പൊടിച്ചത്, പിന്നെ കറുവപ്പട്ട, ഇതെല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ചതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതേ ഉള്ളൂ. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട. നമുക്കിത് കഴിക്കുമ്പം കുറച്ച് മസാല കടിക്കാൻ കിട്ടണം നമുക്ക്. പിന്നെ അതിൽ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആവണ്ട. നമുക്ക് ഈ മസാല മൂത്ത് വരുമ്പോൾ ഒരു മണം വരത്തില്ല, അതുവരെ വന്നാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളിയാണ്. അപ്പം ചെറിയുള്ളി ഒരു ഏകദേശം ഒരു 10 ചെറിയുള്ളി നമുക്ക് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയാണ് ഭയങ്കര ടേസ്റ്റ് തരുന്നത്. കാരണം നമ്മൾ നേരത്തെ വേവിക്കുന്ന സമയത്ത് സവോള ചേർത്തായിരുന്നു. അതിനെക്കാട്ടി നല്ല രുചി കിട്ടുന്നത് നമുക്ക് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ്. കൂടുതലിടുന്ന അനുസരിച്ച് അതിന് നല്ല രുചി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏകദേശം നമുക്ക് കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി അതിൽ തന്നെ നമുക്ക് കുരുമുളക് പൊടി ഇടുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് വേണ്ടത്. നമ്മൾ ഓൾറെഡി മസാല എല്ലാം നേരത്തെ ഇട്ട് വേവിച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി കൂടുതലിടുന്ന അനുസരിച്ചാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടാത്ത ആൾക്കാരാണ് അതനുസരിച്ച് ചേർത്താൽ മതി. ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ചുകൂടെ ചേർത്താലും നല്ലതാണ്. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കക്കയിറച്ചി ഇതിലേക്ക് ഇട്ടൊന്ന് വരട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ കക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മസാലയിൽ ഒന്നുകൂടെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. നമുക്ക് നല്ല ഈ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണ് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതേപോലെ തന്നെയാണ്. ഇപ്പം കക്ക ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം മസാലയൊക്കെ അതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. താങ്ക് യു.